മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി, മക്കളെ, സാറ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു കാട്ടിൽ നിന്നുകൊണ്ടാണ്. ഒരു കാട് ഇളക്കി കൊണ്ടുവന്നിട്ടാണ് സാറ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വിശ്വാസമായോ? എന്തിനാന്നറിയാം ഞാൻ ഈ കാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് മൃഗങ്ങളെ പറ്റിയിട്ടാണ്. സത്യമായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ദ മൂൺ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മൃഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. എന്താ, ഓരോ മൃഗങ്ങളും ഉണ്ടാക്കുന്ന സൗണ്ടുകൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് അല്ലേ. എന്താണ്, ബേർഡ്സിന്റെ കരച്ചിലിന് അറിയപ്പെടുന്നത് ചെർപ്പിംഗ് എന്നാണ്. ആനയുടെ ചിഹ്നം വിളി അറിയപ്പെടുന്നത് ട്രംപറ്റിംഗ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെയും കുറച്ച് മൃഗങ്ങളും അവരുണ്ടാക്കുന്ന സൗണ്ടുകളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നോക്കിയാലോ. വാ, ആദ്യത്തെ ആള് പൂച്ചയാണ്. പൂച്ചയ്ക്ക് ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. പൂച്ച സത്യത്തിൽ ഒരു മിമിക്രിക്കാരനാണ്. പക്ഷെ പൂച്ചയുടെ കരച്ചിൽ ശരിക്കും എങ്ങനെയാ? എന്നല്ലേ. അതേ സൗണ്ട് അല്ലേ, അതേ പേര് തന്നെയാണ് നമ്മുടെ പൂച്ചയുടെ കരച്ചിലും അറിയപ്പെടുന്നത്. പൂച്ച ഉണ്ടാക്കുന്ന സൗണ്ട് അറിയപ്പെടുന്നത് മ്യാവ് എന്നും അതുപോലെ തന്നെ യോൾസ് എന്നുമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം. The kitten let out a soft meow while the stray cat outside answered with a loud yawn. പൂച്ചയുടെ കരച്ചിൽ അറിയപ്പെടുന്നത് മ്യൂസ് അല്ലെങ്കിൽ യോൾസ് എന്നാണ്. പൂച്ച കഴിഞ്ഞ അടുത്ത ആളാരാ? തവള, ഫ്രോഗ്. തവള എങ്ങനെയാ കരയാ? ക്രോം ക്രോ പേക്രോം എന്നൊക്കെ അല്ലേ. അതേ സൗണ്ട് തന്നെ, അതേ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ തവളയുടെ കരച്ചിലും അറിയപ്പെടുന്ന പേര്. തവളയുടെ കരച്ചിൽ അറിയപ്പെടുന്നതും അതേ ഒരു സൗണ്ടിനോട് സിമിലാരിറ്റി ഉള്ള ഒരു വേർഡ് വെച്ചതാ, അതാണ് ക്രോക്ക്. ഓക്കെ, പേക്രോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ക്രോക്ക് എന്നാണ് നമ്മുടെ തവളയുടെ കരച്ചില്. ദ ഫ്രോഗ് ക്രോക്സ് ലൗഡ്ലി നിയർ ദ പോണ്ട് ആഫ്റ്റർ ദ റെയിൻ. മഴയ്ക്ക് ശേഷം കുളത്തിന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ തവള കരഞ്ഞു എന്ന് പറയാം. സോ ഫ്രോഗ് ക്രോക്സ്. അടുത്ത ആളാരാ? ബീ, തേനീച്ച. തേനീച്ച വരുമ്പോ ഒരു മൂളം കേൾക്കാറില്ല, മൂളൊക്കെ നമ്മൾ കേൾക്കാറില്ല. എങ്ങനെയാ? എന്ന് പറഞ്ഞിട്ടില്ലേ. അതേ ഒരു സൗണ്ടിനോട് സിമിലാരിറ്റിയാണ് അതിൻ്റെ ആ മൂളക്കം അറിയപ്പെടുന്നതും. എങ്ങനെയാണ്? ബി ബസ് ആണ് ചെയ്യുക. ബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തേനീച്ച മൂളുന്നത്. സോ ആ മൂളൽ അറിയപ്പെടുന്നത് ബസ് എന്നാണ് കേട്ടോ. സോ ബീസ് ഉണ്ടാക്കുന്ന സൗണ്ട് ബസ്. The bees buzz around the flowers collecting nectar from their hive. അടുത്ത എന്താ? പാമ്പ്. പാമ്പ് ഉണ്ടാക്കുന്നത് എന്താ? സീൽക്കാരാണ് അല്ലേ. എങ്ങനെയാ? എന്നാണ് അല്ലെ. പാമ്പിനെയൊക്കെ കാണിക്കുമ്പോ എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ. അതുകൊണ്ട് പാമ്പ് ഉണ്ടാക്കുന്ന ആ സൗണ്ട് അറിയപ്പെടുന്നത് ഹിസ്സസ് എന്നാണ് കേട്ടോ. ഹിസ്സസ് എന്നാണ് പാമ്പ് ഉണ്ടാക്കുന്ന ആ സൗണ്ട് അറിയപ്പെടുന്നത്. അത് ഉണ്ടാക്കുന്ന ആ സീൽക്കാരവും ആ ഒരു പേരും വളരെ ഒരു സിമിലർ അല്ലേ. ഓക്കെ, ദ സ്നേക്ക് ഹിസ്സസ് സോഫ്റ്റ്ലി ആസ് ഇറ്റ് കോയിൽസ്. നമുക്കത് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ആളാരാ? പശു. പശു എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക? എന്നല്ലേ. പശുവിന്റെ കരച്ചിൽ എങ്ങനെയല്ലേ? അതേപോലെ തന്നെയാണ് ആ വാക്കുമുള്ളത്. എന്താണ്? മൂ. പശുവിന്റെ കരച്ചിൽ അറിയപ്പെടുന്നു മൂ അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞുകൊണ്ടാ. ഓക്കെ, പശുവിന്റെ കരച്ചില് മൂ അല്ലെങ്കിൽ ലോ. നോക്കിയേ, ദ കൗസ് മൂ ലൗഡ്ലി ഇൻ ദ ഫീൽഡ് ആസ് ദ ഫാർമർ ബ്രിങ്സ് ദം ഫ്രഷ് ഫോഡർ. കാലിത്തീറ്റ കൊണ്ടുവന്ന സമയത്ത് പശു എന്ത് ചെയ്തു? വളരെ ലൗഡ്ലി കരഞ്ഞു എന്നാ. അപ്പൊ നമ്മൾ ക്രൈ എന്നല്ല പറയേണ്ടത്, മൂ. കൗസ് മൂ. അടുത്തത് ചിർ. ആരാ? ചീവീട്. എന്താ, നമ്മൾ ഇങ്ങനെ കേൾക്കാറില്ലേ? അതാരാ? ക്രിക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ ചീവീട് ഉണ്ടാക്കുന്ന സൗണ്ടാണ് കിരികിരികിരിന്ന്. അതേപോലെ തന്നെ ഒരു വെറുപ്പിക്കുന്ന ശബ്ദമാണ് ആ വാക്കിനുള്ളത്. എന്താണ്? ചിർ 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 എന്നിങ്ങനെ പറയുമ്പം അത് ക്രിക്കറ്റ് ഉണ്ടാക്കുന്ന സൗണ്ടാണ്. സോ നമ്മുടെ ചീവീട് ഉണ്ടാക്കുന്ന സൗണ്ട് ചിർപ്പ് എന്നറിയപ്പെടുന്നത്. ക്രിക്കറ്റ് കോൺസ്റ്റന്റ്ലി ചിർപ്സ് ഇൻ ദ ഗാർഡൻ അറ്റ് ദ നൈറ്റ്. രാത്രി ഇങ്ങനെ ചീവീട് കരഞ്ഞുകൊണ്ടിരുന്ന ശബ്ദം ഉണ്ടാക്കി എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആളാരാ? ഇയാൾ കുറച്ച് സീനാണ്. അയാൾ ഉണ്ടാക്കുന്ന സൗണ്ട് എങ്ങനെയാ? മൂങ്ങ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക? എന്നല്ലേ. നമ്മൾ പ്രേത സിനിമയിലൊക്കെ കേൾക്കുന്ന സൗണ്ട് അങ്ങനെയല്ലോ, ഊ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ആ വാക്കുമുള്ളത്. മൂങ്ങയുടെ ആ മൂളലിനെ നമ്മൾ പറയുന്നത് ഹൂട്ട് എന്നാണ് കേട്ടോ. ഹൂട്ട് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മൂങ്ങയുടെ കരച്ചിലുമായി അല്ലെങ്കിൽ മൂങ്ങയുടെ മൂളലുമായി. Okay, the owl hoots loudly from the trees as night falls over the village. മൂങ്ങ കരഞ്ഞു എന്ന് പറയുന്നത് ഔൾ ഹൂട്ട്സ് എന്നാണ്. അടുത്ത ആളാരാ? ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആടെങ്ങനെയാ കരയാ? എന്നല്ലേ കരയാ?
അതിൻ്റെ കൂടെ ഒരു ബ്ലീറ്റ് എന്ന് നമ്മൾ പറഞ്ഞു നോക്കിയേ. ബ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് കരയുന്നതുമായി. സോ ആടിന്റെ കരച്ചിൽ അറിയപ്പെടുന്നത് ബ്ലീറ്റ് എന്നാണ്. The goat bleats loudly when it is hungry and wants its food എന്നാ പറയുന്നത്. ആടിന്റെ കരച്ചിൽ അറിയപ്പെടുന്നത് ബ്ലീറ്റ്. ബ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാട്ടിലെ രാജാവ് അവസാനമാണ് വരുന്നത്. സിംഹത്തിന്റെ ഗർജനം അല്ലെ. സിംഹം കരയാന്ന് നമ്മൾ ആരും പറയാറില്ല. സിംഹം ചിഹ്നം വിളിക്കാന്നും പറയാറില്ല. എന്താ പറയാ? സിംഹത്തിന്റെ ഗർജനം എന്നാ. വിച്ച് മീൻസ് അത് കുറച്ച് റോയലാണ്. സോ സിംഹത്തിന്റെ ആ ഒരു അലർച്ചയെ, ഗർജനത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് റോർ എന്നാണ്. The lion roars in the jungle to scare the other animals. സിംഹത്തിന്റെ ഗർജനം അറിയപ്പെടുന്നത് റോർ. അപ്പൊ നമ്മൾ ഇത്രയും ആനിമൽസിനെ കുറിച്ച് പഠിച്ചു, അവരുടെ സൗണ്ടുകൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം. ഈ പരിചയമുള്ള ആളുണ്ടല്ലോ, ഇയാൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേ. ഡക്കിന്റെ കരച്ചിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇതുപോലുള്ള നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. കാത്തിരുന്ന് കണ്ടോ മക്കളെ.